മിനിമം ഒരു 50 സെന്റെങ്കിലും വേണോടോ. നീ കാണിച്ചത് അത്രയില്ല. നീ ഒന്ന് നോക്ക്, മര്യാദക്ക് തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. അങ്ങനൊന്നും ഇല്ലട, ഇതെന്തായാലും നടക്കാൻ പോകുന്ന പരിപാടിയാ. നീ നോക്കിക്കോ. ഓക്കേടാ, ബൈ. പിന്നെ ഇന്ന് അമ്പലത്തിൽ പൗർണമി പൂജയുണ്ടേ. അതിന് പോണം. അണ്ണ വരുന്നുണ്ടാ? അയ്യോ സുരഭി, എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. ആണോ? ഇയാള് പോയിട്ട് വാ. അല്ല, എങ്ങനെ ഒറ്റയ്ക്ക് പോവോ? ഇല്ല, അമ്മ വരുന്നുണ്ട്. പിന്നെന്താണോ അമ്മയോട് പോയിക്കൂടെ? അല്ല, അണ്ണനും കൂടെ വരുന്നുണ്ടോന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് 1-2 പരിപാടി ഉണ്ടാവുണ്ട്. പിന്നെ അണ്ണാ, ഞാൻ ഒരു കാര്യം ചോദിച്ചാ അണ്ണ സത്യം പറയോ? ഇയാള് ചോദിക്കണോ? അണ്ണന്റെ ബിസിനസ് ഒക്കെ നന്നായിട്ട് പോണാ? അതെന്താണോ അങ്ങനെ ഒരു ചോദ്യം? ബിസിനസ് ഒക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഫിനാൻഷ്യൽ ആകുമ്പോഴേക്കും എല്ലാം സെറ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ബിസിനസ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവിടുത്തെ ബാക്കിയുള്ള എല്ലാ ബിസിനസ്സുകാരും താടി കയ്യം വെച്ചിരിക്കും. അപ്പൊ എന്താണ് ബാർബർ ഷോപ്പോ തുടങ്ങാൻ പോകുന്നത്? ബാർബർ ഷോപ്പോ? അല്ല, താടിക്ക് കയ്യും വെച്ചിരിക്കുന്നു. അങ്ങനല്ല, ഈ ബിസിനസ് ഐഡിയ ബാക്കിയുള്ള ബിസിനസ്സുകാർക്ക് ആർക്കും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ചാരിതാർത്ഥ്യത്തിൽ അങ്ങൊരു താടിക്ക് വെച്ചിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഈ ചാരിതാർത്ഥ്യം എന്ന് വെച്ചാ? ചാരിതാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം ഒരു അനുഭൂതിയാണ്, ഒരു പ്രത്യേകതരം മാനസികാവസ്ഥ. ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല, ഒരു ഇത് ആ ഒരു അർത്ഥത്തിൽ ഇരിക്കും നമ്മൾ. എന്തോ ബിസിനസ് തുടങ്ങാൻ പോണ? അത് സർപ്രൈസാ സുരഭി. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഞാൻ ആ ചെയ്യാൻ പോകുന്ന ബിസിനസ് ഉണ്ടല്ലോ, ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഡബിൾ പ്രോഫിറ്റ് ആയിരിക്കും. പൈസ കൊയ്യുന്ന പരിപാടി. പിന്നെ ഞാൻ ആരാ? മില്യണയർ. ഒരുപക്ഷെ ചന്ദ്രഹാസം കമ്പനി തന്നെ എനിക്ക് വിലക്ക് വാങ്ങിയേക്കാൻ പറ്റിയേക്കും. സത്യമായിട്ടും? ഇതൊക്കെ സത്യം തന്നെയാണ്. അത് സത്യം. പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ പൈസയൊന്നും ഈ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് പൈസ സുരഭിയുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കാം, പിന്നെ കുറച്ച് പൈസ എസ്കയുടെ വീട്ടിൽ, പിന്നെ ബാക്കിയുള്ള ഫണ്ടൊക്കെ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തിനാ പൈസയൊക്കെ അവിടെ കൊണ്ടു കൊടുക്കുന്നത്? നമുക്ക് ബാങ്ക് ഇട്ടാ പോരെ? ബാങ്ക് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ബാക്കിയുള്ള ടാക്സ് ഇഷ്യൂസ് ഒക്കെ വരും, റെയ്ഡ് അതുപോലത്തെ കാര്യം. വീടുകളിലും ഇതുപോലത്തെ ഭാഗത്തൊക്കെ ആവുമ്പോൾ സേഫ് ആണല്ലേ. അങ്ങനെ ഇത് പെയിന്റിങ്ങിന് കറക്റ്റ് കാണണേ. പെയിന്റിങ് കുറച്ചും കൂടെ ഇങ്ങോട്ട് മതി. അങ്ങനെ വെച്ചോ. അങ്ങനെ ഓഹോ കളഞ്ഞ്. ഒരു കാര്യം പറയട്ടെ. എന്താ? അർജന്റായിട്ട് ഒരു കാര്യം പറയാനെങ്കിൽ വാ. എന്ത്, നിന്റെ അച്ഛൻ ആരെങ്കിലും പറ്റിച്ച് നാട് വിട്ടാ? അതൊന്നുമല്ല. അപ്പൊ നിന്റെ അമ്മ ആരത്തോ മണ്ടത്തരം കാണിച്ച. എപ്പോഴും നിങ്ങക്ക് എന്റെ വീട്ടുകാരെ കുറിച്ച് പറയാനല്ലേ നേരമുള്ളൂ. ഇത് രണ്ടുമല്ലേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അതൊന്നും അല്ല. പിന്നെ വന്നൊരു കാര്യം പറയട്ടെ. നീ കാര്യം പറ. ഞാൻ ഇവക്ക് ഒരു ഇൻസ്റ്റയിൽ ഫോട്ടോ എടുത്ത് കൊടുക്കാം. എന്തിന്റെ ഫോട്ടോ? ഈ ഉണക്ക ട്രോഫിയുടെ പോസ്റ്റ് ഇട്ടിട്ട് വേണം ഫോളോവേഴ്സിനെ കൂട്ടാൻ. എന്നാ ഇൻസൾട്ട് ചെയ്യുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഇങ്ങ് അയച്ചാ. നാളത്തെ പത്രത്തിലെ ഫ്രണ്ട് പേജിൽ ഈ ഉണക്ക ട്രോഫിയുമായിട്ട് നീ നിൽക്കുന്ന ഒരു ഫോട്ടോ കൊടുക്കാൻ വേണ്ടി പറഞ്ഞേക്കാം. അവളുടെ അഹങ്കാരം കണ്ടോ? അതെങ്ങനെ കാണിക്കാതിരിക്കും? നിന്റെ അല്ലേ മോള്? എടി, അവൾ എന്ത് വിഷമിച്ചെന്ന് ഇറങ്ങിപ്പോയത്? അവളുടെ വിഷമം പിന്നെ പറയാം. ഇതിനുള്ളതെല്ലാം ഞാൻ പിന്നെ തരാം. അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണം. നീ കാര്യം പറ. നമ്മുടെ പ്രതീക്ഷിനെ നല്ല പൂത്ത കാശ് കിട്ടിയിട്ടുണ്ട്. പൂത്ത കാശ? അത് നിന്റെ അടുത്ത് ആര് പറഞ്ഞു? അതവൻ സുരഭിയോട് പറയുന്ന റൂമിൽ നിന്നുള്ളത് ഞാൻ കേട്ടു. അവനെ ചന്ദ്രഹാസ കമ്പനി മൊത്തം വാങ്ങാൻ പോവത്രേ. കമ്പനി വാങ്ങിക്കാൻ പോവുകയാണോ? എന്നാ പിന്നെ ഇനി ഒരു റിസ്കും ഇല്ല. അവിടെ പോയി ഒരു ജോലിയും ചെയ്യാതെ ശമ്പളം വാങ്ങിക്കാം. സ്വസ്ഥം, സുഖം, ശാന്തം. അയ്യടാ, അങ്ങനെ സ്വസ്ഥം, സുഖം, ശാന്തമായിട്ട് ഇരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് അങ്ങനെ ഒരു ശമ്പളക്കാരന്റെ ഭാര്യയായിട്ട് ഇരിക്കണ്ട. അപ്പൊ അതിൽ രക്ഷപ്പെട്ടു. എന്ത് ഇപ്പൊ പറഞ്ഞതേ? അതെ, നിങ്ങൾ തമാശ വിട്ടെ. സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നതിനെ കുറിച്ച് ആലോചിച്ച്. എടി, നീ ഓരോ പൊട്ടത്തനം പറയുമ്പോഴേ ഈ സീരിയസ് ആയിട്ട് ആലോചിക്കാൻ ഞാൻ തോന്നുന്നു. ഓഹോ, അപ്പോ എന്നൊരു കാര്യം ചെയ്ത് നേരിട്ട് അവനോട് പോയി ചോദിച്ചോ. തൽക്കാലം ഇപ്പൊ ചോദിക്കണില്ല. എന്നാ പിന്നെ ഞാൻ പറയുന്നത് അങ്ങനെ വിശ്വസിച്ചാ മതി. എനിക്കിപ്പോ അതിന് സൗകര്യമില്ല. എടി, അഥവാ അവൻ കോടീശ്വരനായ അത് നല്ലതല്ലേ? അല്ല, നിനക്കെന്താ ഇത്ര വിഷമം? അല്ലേ? എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. അനിയൻകുട്ടൻ കോടീശ്വരനായിക്കോട്ടെ. പക്ഷെ അവളുടെ ആ സുരഭിയുടെ ഗമ അതെനിക്ക് സഹിക്കാൻ പറ്റൂല. പിന്നെ ഈ ചന്ദ്രഹാസം മൊത്തം ഭരിക്കുന്നത് അവളായിരിക്കില്ലേ?
എന്തൊക്കെയാണ് ചെയ്യണത്? തറ തുടക്കായിരുന്നു ചേച്ചി. എന്താ തറ തുടക്കായിരുന്നു ചേച്ചി. ചേച്ചിയാ? ആടിന്റെ ചേച്ചി? കോൾമി കൊച്ചമ്മ. ഇല്ലെങ്കിൽ നിന്റെ കാലടിച്ച് പൊളിക്കും പാപ്പിളി പെണ്ണെ. ശരി കൊച്ചമ്മ. ആ അങ്ങനെ മര്യാദക്ക് പറ. അടുത്തോ. എന്താ കൊച്ചമ്മ? എന്നെ എന്തിനാ അടിച്ചേ കൊച്ചമ്മ? ചുമ്മാ ഒരു രസം. ഈ അടി നീ ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർക്കണം എന്നെ കാണുമ്പോ, കേട്ടാടി? ശരി കൊച്ചമ്മ. ഹായ് ഡാർലിംഗ്. ഹായ് ഡാർലിംഗ്. എന്താ ഇവിടുന്ന് ഒരു വൃത്തികെട്ട സൗണ്ട് മോളി കേട്ടത്? ഞാൻ ഇവിടെ കർണക്കുട്ടിക്കൊന്ന് കൊടുത്തതാ. Show, you're so naughty. Yes, I'm very, very, very naughty. അനിയൻ കുട്ടാ നീയും. Hey, cheap lady, local lady, you should clean this house as soon as possible, okay? എടാ മോനെ. You know, we are rich. Very, very rich. Yeah, rich. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.